ഉപ്പുതറ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് ചാണ്ടി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഉപ്പുതറ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും ഇടവക കാവൽപിതാവായ മർത്തോമാ ശ്ലീഹയുടെയും പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും പരിശുദ്ധ പരിമള തിരുമേനിയുടെയും സംയുക്ത ഓർമ്മ പെരുന്നാളിനും ആദ്യ ഫലപ്പെരുന്നാളുമാണ് ജനുവരി 11 മുതൽ 18 വരെ നടത്തപ്പെടുന്നത്. 8:15 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് ചാണ്ടി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇടവകാംഗങ്ങൾ ഒത്തൊരുമിച്ച് കൂടുന്നു. ഇന്ന് പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമായി കൊടിയേറ്റം നിർവഹിച്ചിരിക്കുകയാണ്. ഈ ഉത്സവത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ഈ അനുസ്മരിച്ച് മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത നമുക്കേവർക്കും കൂട്ടും കോട്ടയും കാവലുമായിരിക്കും. അത് ഇടവകയ്ക്ക് മാത്രമല്ല, ദേശത്തിനും ഈ രാജ്യത്തിനും സമൂഹത്തിനും ആകമാനവും അനുഗ്രഹമായി തീരും. ജനുവരി 17 ശനിയാഴ്ച 5 മണിക്ക് പള്ളിയിൽ സന്ധ്യ നമസ്കാരം. 6-ന് മാട്ടുതാവളം സെന്റ് ജോർജ് കുരിശടിയിൽ സുത്താറ നമസ്കാരം. 6:20 കോട്ടയം ദേവലോകം അരമന മാനേജർ റവറന്റ് യാക്കോബ് റമ്പാന്റെ നേതൃത്വത്തിൽ വചന പ്രഘോഷണം. 6:45 മാട്ടുതാവളം സെന്റ് ജോർജ് കുരിശടിയിൽ നിന്നും പ്രദക്ഷിണം ആരംഭിച്ച ആശുപത്രിപ്പടി സെന്റ് ഗ്രിഗോറിയസ് കുരിശടിയിലെത്തി തിരിച്ച് ദേവാലയത്തിൽ എത്തിച്ചേരും. 8:30 ആകാശ വിസ്മയം, തുടർന്ന് സ്നേഹവിരുന്ന്. 18 ഞായറാഴ്ച 7:15 പ്രഭാത നമസ്കാരം. 8:15 യാക്കോബ് റമ്പാന്റെ നേതൃത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന. 9:30 പെരുന്നാൾ സന്ദേശം. 9:45 പ്രദക്ഷിണം. 11 ആദ്യ ഫല ലേലം, തുടർന്ന് നേർച്ച വിളമ്പ്. 12:30 കൊടിയിറക്ക് എന്നിവയാണ് മുഖ്യ പരിപാടികളെന്ന് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് ചാണ്ടി തളികപ്പറമ്പിൽ, ഇടവക ട്രസ്റ്റി സ്കറിയ യോഹന്നാൻ പാലക്കുടി, സെക്രട്ടറി ഷിജി മാത്യു തട്ടാംകുന്നേൽ എന്നിവർ അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.